ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. ചക്കക്കുരു ഷെയ്ക്കാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. ഒരുപാട് യൂട്യൂബ് ചാനൽസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം നമുക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷെയ്ക്കാണിത്. ഇപ്പം ചക്കയുടെ സീസൺ ആണല്ലോ. അപ്പം ചക്കക്കുരു ഒന്നും വെറുതെ കളയല്ലേ. ഇതേപോലെയുള്ള അടിപൊളി ഷെയ്ക്കൊക്കെ തയ്യാറാക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ 10 ചക്കക്കുരുവാണ് എടുത്തിട്ടുള്ളത്. 8 or 10 ചക്കക്കുരു മതിയാവും, അതിൽ കൂടുതൽ വേണ്ട. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിലേക്ക് ചക്കക്കുരു ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു 3 or 4 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചക്കക്കുരു നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് തൊലി കളയാം. അപ്പോൾ പുറത്തെ തൊലി കളഞ്ഞാൽ അകത്ത് വരുന്ന ഈ ബ്രൗൺ കളർ ഭാഗം അത് കളയണമെന്നൊരു നിർബന്ധമില്ല. അത് കളഞ്ഞാലും ഇല്ലെങ്കിലും നമ്മുടെ ഷേക്കിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസമൊന്നും വരില്ല. അപ്പോൾ കൈ വെച്ചിട്ടോ കത്തി വെച്ചിട്ടോ ഇതേപോലെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഞാൻ ചക്കക്കുരുവിൻ്റെ ബ്രൗൺ കളറൊന്നും അങ്ങനെ കളഞ്ഞിട്ടില്ല. ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അടുത്തതായിട്ട് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. ഇതിന് പകരം വേണമെങ്കിൽ ഏലക്കായ പൊടിയൊക്കെ ചേർക്കാം. പക്ഷേ ഒരു ഷേക്കിൻ്റെ ടേസ്റ്റ് ഒന്ന് പെർഫെക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് വാനില എസൻസ് തന്നെയാണ് നല്ലത്. ഇനി പാലൊഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കാച്ചിയെടുത്ത പാലാണ്. ഫ്രീസറിൽ വെച്ചിട്ട് കട്ടയാക്കി ഉടച്ചെടുത്തതാണ്. റോ മിൽക്ക് കുടിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഇതേപോലെ പാല് കാച്ചിയെടുക്കാം. ഇത് ഏകദേശം 2.5 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ മുഴുവനും ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കേണ്ട. കുറച്ച് പാല് ചക്കക്കുരുവിൻ്റെ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അതിനുശേഷം ബാക്കി പാലൊഴിച്ചിട്ട് നമുക്ക് ഷേക്ക് തയ്യാറാക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കളറ് കണ്ടല്ലോ. ചക്കക്കുരുവിൻ്റെ ബ്രൗൺ കളർ ഭാഗം കളയാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കളറ്. ഇല്ലെങ്കിൽ നല്ല വൈറ്റ് കളറായിരിക്കും ഉണ്ടാവുക. പക്ഷേ ടേസ്റ്റിലൊന്നും വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ ഇനി ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്. പാൽപ്പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കാം. ചിലരൊക്കെ കണ്ടൻസ്ഡ് മിൽക്കും ചേർക്കാറുണ്ട്. അപ്പം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നൊന്നുമില്ല. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ നമുക്ക് പാൽപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം ബാക്കി പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ബാക്കി വന്ന പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചക്കക്കുരു മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മധുരം നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു. ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടി പഞ്ചസാര ചേർത്തിട്ടുണ്ട്. കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ചേർക്കുന്നതാണെങ്കിൽ ഇത്രയും പഞ്ചസാരയുടെ ആവശ്യമൊന്നും വരില്ല. അപ്പോൾ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ ബദാമൊക്കെ ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ കൊക്കോ പൗഡറോ അല്ലെങ്കിൽ ബൂസ്റ്റോ ഒന്ന് മുകളിൽ വിതറിയിട്ട് കുടിക്കാം. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കുടിച്ചു നോക്കിയവർക്കൊക്കെ അറിയാം എത്രത്തോളം ടേസ്റ്റിയാണെന്ന്. ചിക്കു ഷേക്കാണോ ബദാം ഷേക്കാണോ എന്നൊക്കെ ചെറിയൊരു കൺഫ്യൂഷൻ തോന്നും. എന്നാൽ ചക്കക്കുരു ആണെന്ന് തോന്നുകയേയില്ല. അത്രക്കും ടേസ്റ്റിയാണ്. അപ്പോൾ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഈ ചക്ക സീസണിൽ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്